ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ്. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചു. ഞാനും തക്കുടും അല്ലു എല്ലാവരും കൂടെ. വേറെ എങ്ങോട്ടും അല്ല, എൻ്റെ നാത്തൂൻ്റെ വീടായ കോഴിക്കോടാണ് അവിടെ വീട്. അപ്പോൾ അവിടേക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ വേറെ 2 പേരും കൂടി ഉണ്ട്. തക്കുട് കണ്ട വണ്ടീൻ്റെ ബാക്കിലൂടെ വേറെ വണ്ടികളൊക്കെ വരുന്നത് അവിടെ ഇരുന്ന് നോക്കുക കേട്ടോ. അല്ലുണ്ട് ഡ്രൈവറോട് പല ബഡായികളും പറഞ്ഞിരിക്കുക. ഇതാട്ടോ കാട്ടിലങ്ങാടി അക്ഷയ. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഏട്ടത്തിയമ്മ വർക്ക് ചെയ്യുന്നത്. ഏട്ടത്തിയമ്മയും മോനും ആട്ടോ ഞങ്ങളെ കൂടെ കോഴിക്കോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ എന്നോട് പറഞ്ഞു എൻ്റെ മുഖം എടുക്കണ്ട, നിങ്ങൾ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ ഡാൻസൊക്കെ കളിക്കുന്നത് ഏട്ടത്തിയാട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനില്ലാതെ ആദ്യമായിട്ടാട്ടോ ഞാനപ്പോൾ കോഴിക്കോട് പോകുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി, ഞങ്ങൾ അവിടുന്ന് പോയി. ഓട്ടോ ഇറങ്ങി തക്കുടിന് 2 മിഠായി വാങ്ങാമെന്ന് കരുതി. കാരണം ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവളെ സ്വഭാവമൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 മിഠായി വാങ്ങി കൈ പിടിച്ചു. അങ്ങനെ മേലേക്ക് കയറുമ്പോൾ അവർ ലിഫ്റ്റ് കണ്ടപ്പോൾ പിള്ളേർ ലിഫ്റ്റിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ടാട്ടോ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോവാട്ടോ. അവിടെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴാട്ടോ ഞങ്ങൾ ആ സത്യം അറിഞ്ഞത്. 5:30-ക്ക് വരേണ്ട ട്രെയിൻ 6 മണിക്ക് എത്തുള്ളൂ ഗൈസ്. ഞങ്ങൾ കട്ട പോസ്റ്റായി. പക്ഷെ ഞങ്ങൾക്കുണ്ടോ കഥയ്ക്ക് ഭംഗം. ഞങ്ങൾ എന്തൊക്കെ കഥകൾ പറഞ്ഞു, പല പല പരദൂഷണങ്ങൾ, കുറ്റങ്ങൾ, ബഡായികൾ. തക്കുടൂനെ ആകെ ഇരുന്ന് ബോറടിച്ച് അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവൾ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ടൈം അവിടെ ഇരുന്നിട്ടോ. അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ട് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്, ട്രെയിൻ വരുന്നുണ്ടെന്നുള്ള. അപ്പം നോക്കുമ്പോൾ അതാ ട്രെയിൻ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് എണീച്ചു. പിന്നെ ലോക്കൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അതിൽ ഇരിക്കാനോ നിൽക്കാനോ ഉള്ള സ്ഥലമെങ്കിലും കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നപ്പോൾ അങ്ങോട്ട് നടന്നിട്ടോ. കാരണം പെട്ടെന്ന് കയറിയില്ലെങ്കിൽ ട്രെയിൻ പോയാലോ എന്ന് കരുതി നടക്കുമ്പോൾ അവിടെ ഒരു പോലീസായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഞങ്ങളെല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ഒന്ന് പേടിച്ചിട്ടോ. പിന്നെ അവർ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർ ചിരിച്ചിട്ടാട്ടോ എന്നോട് ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ തക്കുടും അവിടെ ആ പാസിങ് ഏരിയയിൽ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ ചെയ്തത് താഴത്ത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഇറങ്ങി ഞങ്ങൾ ബസ്സിൽ കയറാൻ വേണ്ടി സ്റ്റാൻഡിലേക്ക് നടക്കുക കേട്ടോ. റോഡ് സൈഡിൽ കൂടെ എന്ത് രസമല്ലേ കാണാൻ, രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് കടകളൊക്കെ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ രാത്രി നടക്കാൻ തന്നെ. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ രാത്രിയിലൊക്കെ ഇങ്ങനെ നടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നടക്കാനൊക്കെ രാത്രിയാവുമ്പോൾ. ഈ ലൈറ്റൊക്കെ ഇട്ട് കടകളുടെ സൈഡിൽ കൂടെ അവിടെ ഭംഗിയൊക്കെ കണ്ട് നല്ല ഒരു പോസിറ്റീവ് ഒരു എനർജി തന്നെ നമുക്കപ്പോൾ കിട്ടും. അങ്ങനെ ഞങ്ങളെപ്പോലെ ഇങ്ങനെ രാത്രി നടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി ഇറങ്ങി ഒരു ബേക്കറിയിൽ കയറി എന്തെങ്കിലും ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേർ മിഠായി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ടിക്കറ്റ് വാങ്ങിക്കൊടുത്തു. പിന്നെ അവിടേക്ക് ഒരു ഓട്ടോയും കൂടി കയറണം. അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഓട്ടോ കിട്ടിയിട്ടോ. അങ്ങനെ ഓട്ടോ ചേട്ടന് ഞങ്ങൾ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ കണ്ട തക്കുടു, മുത്തു, അപ്പോൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല കുലുങ്ങി പോണ റോഡിൻ്റെ ഒരു അവസ്ഥയെ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ക്യാഷൊക്കെ കൊടുത്തു. ഓട്ടോ ചേട്ടൻ പോയി. അപ്പം ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കട്ട വെയിറ്റിങ്ങിലാണ്. ഇതാട്ടോ ഞങ്ങളെ ചേച്ചീൻ്റെ മോനാണ് പൊന്നു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഗേറ്റ് അടയ്ക്കുകയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചേച്ചി. അപ്പം അങ്ങനെ ഞങ്ങൾ വന്ന വിശേഷങ്ങളൊക്കെ പറയാണ്ടോ, വരുന്ന വഴിയിൽ നടന്ന കാര്യങ്ങളും. അങ്ങനെ ഇതാ പിള്ളേർ അപ്പോഴേക്കും കയറി മിഠായിയൊക്കെ പൊളിച്ച് തിന്നാൻ. എപ്പോഴേക്കും നല്ല വിശന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. ഇത് ഭക്ഷണം കഴിച്ച് പകുതിയായപ്പോഴാട്ടോ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ വന്നേ. വിശപ്പുകൊണ്ടൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ താഴ്ത്തിരുന്നിട്ടാട്ടോ ഭക്ഷണം കഴിക്കില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും താഴ്ത്തിരുന്ന് കഴിക്കാനുണ്ട്. ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ല. താഴ്ത്തിരുന്ന് കഴിക്കാൻ നല്ലൊരു സുഖം. അങ്ങനെ വാഴേൻ്റെ ഇലയിൽ ഞങ്ങൾ രാത്രി നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. ചേച്ചി നല്ല ഫുഡ് ഉണ്ടാക്കും കേട്ടോ. നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് ചേച്ചി. അങ്ങനെ ഞങ്ങൾ നല്ല ആസ്വദിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പോയി കിടന്നുറങ്ങിട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.